നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് IAS. എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. അംബേദ്കറെ അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും BJPയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണത്തിൽ ജ്ഞാനോത്സവത്തിന് തിരിതെളിഞ്ഞു. രാധാകൃഷ്ണനടക്കം 8 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി JPC വിപുലീകരിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. വാർത്തകൾ വിശദമായി. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് IAS. ഇതാദ്യമായിട്ടാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന അസാധാരണ നീക്കം. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക്, K. ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രശാന്ത് സമൂഹ മാധ്യമത്തിലൂടെ ജയതിലകിനെതിരെ വിമർശനം കടുപ്പിച്ചിരുന്നു. അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട ജയതിലകിന്റെ റിപ്പോർട്ടാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചത്. A. ജയതിലക് IASന്റെ ചിത്രം സഹിതമാണ് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിലെ അധിക്ഷേപ പരാമർശം. തനിക്കെതിരെ പത്രത്തിന് വാർത്ത നൽകുന്നത് A. ജയതിലകാണെന്ന് എൻ പ്രശാന്ത് ആരോപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യ വിമർശനത്തിന് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. ഹൃദയസ്തംഭനം ഉൾപ്പെടെ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ചികിത്സ നൽകി വരികയാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഈ മാസം 15-നാണ് MTയെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ചികിത്സ തേടിയിരുന്നത്. ചികിത്സയ്ക്കിടയിൽ അദ്ദേഹത്തിന് വീണ്ടും ഹൃദയസ്പന്ദനം ഉണ്ടായെന്നും സാധ്യമായ എല്ലാ ചികിത്സയും ഉറപ്പാക്കുന്നുണ്ടെന്നും ബേബി മെമ്മോറിയൽ ആശുപത്രി അറിയിച്ചു. ഓക്സിജന്റെ അളവ് കുറയുന്നതിനാൽ വെന്റിലേറ്റർ സഹായം വേണ്ടി വന്നേക്കാം. വിദഗ്ധ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ഈ മാസം പലതവണയായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അംബേദ്കറെ അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും BJPയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറെയും അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല. ഇത് രാഷ്ട്രത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തിരുത്തി എഴുതാനാണ് കുറെ കാലമായി BJP ശ്രമിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യൻ ജനത പ്രതികരിക്കുന്നത് കൊണ്ട് അവർ ഭരണഘടനയെയും അതിന്റെ ശില്പിയെയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കറെ കുറിച്ച് അമിത്ഷാ നടത്തിയ അപമാനിക്കൽ സമാനതകളില്ലാത്ത സംഭവമാണ്. കോൺഗ്രസിനോട് രാഷ്ട്രീയമായി മറുപടി പറയുന്നതിന് അംബേദ്കറെ അവഹേളിക്കേണ്ട കാര്യമില്ല. ഇത് ദളിത് പിന്നോക്ക സമുദായങ്ങളെ കൂടി അധിക്ഷേപിക്കലാണ്. BJP പേറുന്ന ബ്രാഹ്മണ്യത്തിന്റെ ബാക്കിയാണ്. ഇതിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടരുമെന്നും ചെന്നിത്തല പറഞ്ഞു. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണത്തിൽ ജ്ഞാനോത്സവത്തിന് തിരിതെളിഞ്ഞു. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ 20 മുതൽ 29 വരെ സംഘടിപ്പിക്കുന്ന ജ്ഞാനോത്സവത്തിന് തിരിതെളിഞ്ഞു. കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി ആപ്തലോകാനന്ദ തിരിതെളിയിച്ചു. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ. പ്രാണാൻ നമോ ഭഗവതേ. സ്വാമിജി ഇവിടെ ഇതിന് പേര് കൊടുത്തത് പരമതത്വ സമീക്ഷ.
ഇന്ന് ഭാഗവത സത്രങ്ങൾ നടക്കാത്ത ക്ഷേത്രങ്ങളില്ല. ഈ ഭാഗവത സപ്താഹ ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ ഉച്ചയ്ക്കാണ് നല്ല തിരക്കുണ്ടാവുക. പിന്നെ തിരക്കുണ്ടാകുന്നത് ഈ സ്ത്രീകളുടെയും വിശേഷിച്ച് കുട്ടികളുടെ, ഇവിടെ കുട്ടികളെ വളരെ കുറച്ചായിട്ടാണ് കാണുന്നത്. പെൺകുട്ടികളുടെ തിരക്കുണ്ടാവുക രുക്മിണി സ്വയംവര സമയത്താണ്. പിന്നെ അവഭൃത സ്നാനം. ഇപ്പം അത് കഴിഞ്ഞ് വേറൊരു പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. കംസവധ സമയത്ത് ശത്രു സംഹാരത്തിനും പണം അടച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു 2 മാസം മുൻപ് അവിടെ പത്തനംതിട്ട ആശ്രമത്തിനടുത്തുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സപ്താഹം നടക്കുകയുണ്ടായി. അവിടെ കണ്ട കാര്യം ഇതിനേക്കാളൊക്കെ വേദനാജനകമാണ്. എന്താണെന്നാൽ ഈ ഓരോ അവതാര സമയത്തും അതിൻ്റെ മാഹാത്മ്യം പറയുന്ന അവസരത്തിൽ പെൺകുട്ടികളെ ഭരതനാട്യം ചെയ്യിക്കുക. എന്നാലോചിച്ച് നോക്കുക. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലേ ആളുകൾ വരുള്ളൂ. ആധ്യാത്മികത എന്നത് അങ്ങനെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ള ഒരു സർവാണി സദ്യ അല്ല. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് മനസ്സ് പോവുകയുള്ളൂ. ശ്രീരാമകൃഷ്ണൻ തന്നെ ഒരവസരത്തിൽ ദക്ഷിണേശ്വരത്ത് വെച്ച് പറയുന്നുണ്ട്, 1 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൽക്കട്ട മഹാനഗരത്തിൽ നിന്നും ഈശ്വര കഥകൾ കേൾക്കാൻ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ദക്ഷിണേശ്വരത്ത് വന്നു ചേർന്നത് വെറും 30 പേരാണ്. പക്ഷെ ഇന്ന് ഭാഗവത സപ്താഹം അല്ലെങ്കിൽ സത്രം, ഇപ്പൊ സപ്താഹന്മാർ സത്രത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു 2-3 ദിവസം കൂടെ നീട്ടി കിട്ടും. അങ്ങനെയാണ് കാണുന്നത്. ഇതൊരു എന്താ പറയാ, സപ്താഹം നല്ല ഒരു ഭാഗവത ആഭാസം എന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് വേദനയോടെ ഞാൻ പറയുകയാണ്. അത് മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇതൊരു സത്യമാണ്. വെറും കച്ചവടത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. ഒരു മനുഷ്യനെ ഉത്തമ പുരുഷനാക്കുന്നത് ഭാഗവതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അഖിലേന്ത്യാ അധ്യക്ഷനും സത്രസമിതി പ്രസിഡന്റുമായ സ്വാമി ഭൂമാനന്ദ തീർത്ഥ അധ്യക്ഷത വഹിച്ചു. സ്വാമി ഭൂമാനന്ദ രചിച്ച യുവമനസ്സുകൾക്ക് എന്ന പുസ്തകം പ്രൊഫസർ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു. മുൻഷി ഭവൻ പ്രിൻസിപ്പൽ ബിന്ദു V ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സ്വാമി നിഗമാനന്ദ, സ്വാമി സദ്ഭവാനന്ദ, ബ്രഹ്മശ്രീ ദേവപാലൻ, സ്വാമി നിർവിശേഷാനന്ദ, ശിവപ്രിയ മാതാജി, മാ ഗുരുപ്രിയ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ഡിവിഷൻ കൗൺസിലർ ധന്യ നിതിൻ, പ്രൊഫസർ സാധു പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. രാവിലെ വെള്ളുത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം, ഭഗവത് ധ്വജം, ഭാഗവത ഗ്രന്ഥം എന്നിവയുമായി സന്യാസി വര്യന്മാരുടെ അകമ്പടിയോടെ താളമേളങ്ങളുമായി സഭാനികേതന് മുന്നിൽ സംഗമിച്ചു. ധ്വജാരോഹണത്തിന് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. രാധാകൃഷ്ണനടക്കം 8 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി JPC വിപുലീകരിച്ചു. ഒരു രാജ്യം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് ബിൽ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ സംയുക്ത പാർലമെന്ററി സമിതിയിൽ 8 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി. കേരളത്തിൽ നിന്നുള്ള MP K രാധാകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് JPCക്ക് വിടാനുള്ള പ്രമേയം വെള്ളിയാഴ്ച സഭയിൽ അവതരിപ്പിക്കും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ JPയിലുണ്ട്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. തമ്മിൽ വേദൻ തൊമ്മൻ. SNDPയും രമേശും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധമാണുള്ളത്. NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. താക്കോൽ സ്ഥാനത്ത് ആര് വന്നിട്ടും കാര്യമില്ല. താക്കോൽ കിട്ടിയിട്ട് വേണ്ടേ, ചെന്നിത്തല പറഞ്ഞു. 5 പേർ താക്കോലിനായി നടക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്.
മുട്ടു തേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ പണ്ട് രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് ML കാരശ്ശേരി. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് MN കാരശ്ശേരി. സന്നിഗ്ധാവസ്ഥയാണെന്നും MT വാസുദേവൻ നായരുടെ ബന്ധുക്കളെല്ലാം ആശുപത്രിയിലുണ്ടെന്നും MN കാരശ്ശേരി പറഞ്ഞു. നിലവിൽ MT ICUവിൽ തന്നെ തുടരുകയാണ്. താൻ അദ്ദേഹത്തെ ICUവിലെത്തി കണ്ടിരുന്നു. MT ഓക്സിജൻ മാസ്ക് ധരിച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു. താൻ വിളിച്ചിട്ടും സംസാരിച്ചിട്ടും പ്രതികരിച്ചില്ലെന്നും കാരശ്ശേരി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. MTക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശാരീരിക ക്ഷീണം കൊണ്ട് പ്രതികരിക്കാനാകാത്തതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞതായി MN കാരശ്ശേരി പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ സിത്താരയും കുടുംബവും എത്തിയിരുന്നു. ഇളയ മകൾ അശ്വതിയും കുടുംബവും MTയുടെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട്. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത് കുറഞ്ഞെങ്കിലും ഹൃദയസ്പന്ദമായ പ്രശ്നങ്ങൾ മൂലം MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കാരശ്ശേരി കൂട്ടിച്ചേർത്തു. കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കിണറിൽ നിന്നുള്ള വെള്ളമാണ് പ്രഥമ കേന്ദ്രമെന്ന് P രാജീവ്. കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കിണറിൽ നിന്നുള്ള വെള്ളമാണ് പ്രഭവ കേന്ദ്രമെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി P രാജീവ്. ഗൃഹപ്രവേശന ചടങ്ങിനായി ഒത്തുകൂടിയ സ്ഥലത്ത് നിന്നാണ് രോഗവ്യാപനം എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കളമശ്ശേരിയിലെ 10, 12, 13 വാർഡുകളിലാണ് രോഗവ്യാപനം. ഈ വാർഡുകളിൽ ക്യാമ്പ് നടത്തുമെന്നും ചടങ്ങിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 3 വാർഡുകളിൽ നിന്നുമായി 13 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. 10ാം വാർഡായ പെരിങ്ങഴയിലും 12ാം വാർഡായ HMT കോളനി എസ്റ്റേറ്റിലും 13ാം വാർഡായ കുറുപ്രയിലും നിരവധി പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. വ്യാപനം തടയാൻ ആവശ്യമായ നടപടികൾ തുടരുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. കൈ കഴുകുന്നതും പാത്രം കഴുകുന്നതും ശുദ്ധജലത്തിലാക്കാൻ ശീലിക്കണമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ശുചിമുറി മാലിന്യം കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകളും രോഗവ്യാപനത്തിന് കാരണമായേക്കാം. വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ഐസും ശീതള പാനീയങ്ങളും വിൽക്കുന്ന കടകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും പരിശോധനകളും നടക്കുന്നുണ്ട്. കോൺഗ്രസിലെ പുനർസംഘടന ചർച്ചകൾക്കിടെ K സുധാകരൻ K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചകൾക്കിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. K മുരളീധരന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം AK ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരെയും K സുധാകരൻ നേരിൽ കണ്ടിരുന്നു. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നതിന് പിന്നാലെയാണ് K സുധാകരന്റെ നീക്കം. പ്രധാന നേതാക്കളിൽ നിന്ന് പിന്തുണ ഉറപ്പാക്കൽ ലക്ഷ്യമെന്ന് സൂചന. K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് K മുരളീധരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. K കരുണാകരൻ ഫൗണ്ടേഷന്റെ ചർച്ചയ്ക്ക് ജയ്ഹിന്ദ് ചാനൽ അധികൃതരുമായി സംസാരിക്കാനാണ് വന്നതെന്നാണ് വിശദീകരണം. തൃശൂരിലെ സംഘടനാ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും മുരളീധരൻ പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ചർച്ചയായില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. ഇല്ലാത്ത പുനഃസംഘടന ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. K സുധാകരൻ മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്ഷേത്രം മസ്ജിദ് തർക്കങ്ങൾ കൂടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് RSS മേധാവി മോഹൻ ഭാഗവത്. ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങൾ കൂടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് RSS മേധാവി മോഹൻ ഭാഗവത്. രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു.
എല്ലായിടത്തും ഇത് ഉദാഹരണമാക്കേണ്ടതുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യത്ത് വിവിധയിടങ്ങളിൽ അയോധ്യ രാമക്ഷേത്രത്തിന് സമാനമായ അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ചില വ്യക്തികൾ അത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്നു. അവർ ഹിന്ദുക്കളുടെ നേതാക്കളാകാൻ ശ്രമിക്കുന്നുവെന്നും മോഹൻ ഭാഗവത് വിമർശിച്ചു. വ്യത്യസ്തമായ വിശ്വാസങ്ങൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ പോകാനാകുമെന്നതിന് ഇന്ത്യ ഒരു മാതൃകയാകണമെന്നും പൂനെയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ മോഹൻ ഭാഗവത് പറഞ്ഞു. മുൻകാലങ്ങളിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് ഭാരതീയർ പാഠം പഠിക്കുകയും ലോകത്തിന് മുന്നിൽ രാജ്യത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുകയും വേണം. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ കാര്യമായിരുന്നു. അത് നിർമ്മിക്കപ്പെടണമെന്ന് ഹിന്ദുക്കൾക്ക് തോന്നി. എന്നാൽ മറ്റ് പലയിടങ്ങളിലും പുതിയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിദ്വേഷമുണ്ടാക്കുന്നത് അംഗീകരിക്കാനാകില്ല, മോഹൻ ഭാഗവത് പറഞ്ഞു. രാജ്യത്ത് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ലെന്നും എല്ലാവരും ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്രശാലയിലെ അടുക്കളയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നമൂട്ടുന്ന ഗണേശ് സ്വാമി. എനിടൈം ന്യൂസ് സ്പെഷ്യൽ. പാർലിക്കാട് സത്രത്തിലെത്തുന്ന ആയിരങ്ങൾക്ക് ഭക്ഷണം വെച്ചു നൽകുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. ഗണേഷ് കാറ്ററിംഗ് ഉടമ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശി ഗണേഷ് സ്വാമിയാണ് കഴിഞ്ഞ 20 വർഷമായി സത്രവേദിയിലെത്തുന്നവർക്ക് മുടങ്ങാതെ അന്നമൂട്ടുന്നത്. നേരം പുലരുമ്പോഴുള്ള ചായ മുതൽ രാത്രിയിലുള്ള ഭക്ഷണം വരെ ഒരുക്കുന്നത് ഗണേഷ് സ്വാമിയും ഒപ്പമുള്ള 25 പേരും ചേർന്നാണ്. രാവിലെ ഇഡലി അല്ലെങ്കിൽ ഉപ്പുമാവ്, പഴം, ചായ എന്നിവയും ഉച്ചയ്ക്ക് പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കുന്നത് ഗണേഷ് സ്വാമിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ശ്രീമദ് ഭാഗവത തത്വസമയശാസ്ത്രം പാർലിക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ദിവസമാണെന്ന്. ഏകദേശം കാലത്ത് പ്രാതൽ മുതൽ വൈകിട്ട് ഡിന്നർ വരെ 10,000-ഓളം ആൾക്കാർ ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു സംരംഭമാണത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5ഓളം വർക്കേഴ്സാണ് ഞങ്ങളിവിടെ സന്നിധരായിരിക്കുന്നത്. കഴിഞ്ഞ 22 വർഷം മുമ്പ് സത്രത്തിന്റെ സമാരംഭത്തിൽ സ്വാമി പുരുഷോത്തമ തീർത്ഥയാണ് സത്രവേദിയിലെത്തുന്ന ആരും വിശന്നിരിക്കരുത് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം മകൻ പ്രൊഫസർ സാധു പത്മനാഭൻ ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. സത്രവേദിയിലെത്തുന്ന ഭക്തർക്ക് പ്രസാദമായി നൽകാനുള്ള നെയ്യപ്പവും ലഡുവുമെല്ലാം തയ്യാറാക്കുന്നതും ഗണേശ് സ്വാമിയാണ്. പ്രസാദമായിട്ട് ഒരു 1500 ലഡു, 1500 അപ്പം ഡെയിലി പ്രസാദമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്രശാലയ്ക്കടുത്തുള്ള അടുക്കളയിലെ മുക്കിലും മൂലയിലും ഗണേശ് സ്വാമിയുടെ നിറസാന്നിധ്യമുണ്ടാകും. ഗണേശ് സ്വാമിയുടെ കൈപുണ്യം സത്രവേദിയെ പോലും ധന്യമാക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് IAS. എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു. അംബേദ്കറെ അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും BJPയും ഒരു പതിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണത്തിൽ ജ്ഞാനോത്സവത്തിന് തിരിതെളിഞ്ഞു. രാധാകൃഷ്ണനടക്കം 8 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി JPC വിപുലീകരിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.